ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു അടിപൊളി ഗസ്റ്റ് ആണ്. കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ട്രെയിനിൽ തൊട്ടി കെട്ടുക അങ്ങനെ വൈറലായിട്ടുള്ള ഒരാളാണ്. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ അനാഷ്. ഹലോ ഗൈസ്. നേപ്പാൾ കലാപത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി. ഭയങ്കര സിമ്പിൾ ആയിട്ട് കലാപം നടക്കണേ. ചിലവര് സിഗരറ്റ് വലിച്ച് ഇങ്ങനെ ഇരുന്നാണ്ട് കാഴ്ചകൾ കാണുന്നു, ചിലവർ ഇങ്ങനെ കോൽമുട്ടായി ഇരുന്നാണ്ട് എറിയണ്. ഇനിയിപ്പോ ഈ വ്ളോഗിന്റെ മെയിൻ സുഖം എന്താ വെച്ചാല് നമ്മളിപ്പോ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാൻ കയറി, ഇപ്പൊ TTR പൊക്കിയാലും നമുക്ക് കണ്ടന്റ് ആക്കിയിടാം, പൊക്കിയില്ലെങ്കിലും കണ്ടന്റ് ആക്കിയിടാം. നമ്മ ഇപ്പൊ എങ്ങോട്ടെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവാണെങ്കിൽ ഒരു സ്റ്റോറി ഇടുക. ഈ വെസ്റ്റ് ബംഗാൾ ട്രിപ്പ് പോയി ഒരു 10-15 ദിവസം പോയി, എനിക്ക് എത്ര ചെലവ്? ഒരു 4000 റുപ്യ ഉണ്ടാവുള്ളൂ, ബാക്കി ഫുള്ള് ഓസിയല്ലേ. ഇവളല്ല ഈ ഇതിന്റെ വീഡിയോ കാണുന്നവരാണ് ഇത് തൊട്ടില് എന്ന് പറയണേ. യൂറോപ്യൻസ് ഉപയോഗിക്കുന്ന പക്ക സ്റ്റാൻഡേർഡ് സാധനം. ഞാനും പിന്നെ തൊട്ടില് എന്ന് പറഞ്ഞ അപ്പൊ ഈ മുണ്ടെടുത്തിട്ട് മറ്റേ ലഗേജ് വെക്കണ കമ്പിമൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് തല ഇങ്ങനെ വെച്ചുറങ്ങാന്ന്. അങ്ങനെ ഞാൻ കയറി കിടന്നത്. അങ്ങനെയാണ് കുറെ സാധനങ്ങൾ പൊട്ടിയാണ്ട് അടിക്കൊക്കെ വീക്കൽ തുടങ്ങിയത്. പക്ഷെ ഈ അടിക്ക് വീണാലും ഹിന്ദിക്കാർക്ക് ഒരു പ്രശ്നമല്ല. കാരണം എന്താ വെച്ചാൽ ഓലും കിക്കിലാണ്. ഓലും ഇങ്ങനെ ഇരിക്കുവോ, അത് അടിക്ക് വീണ ബൈ സോറി, നമ്മളോട് സോറി ഒക്കെ പറയും. ഇങ്ങനത്തെ ഒരു പെര കയറ്റാൻ പറ്റൂല എന്ന് ലക്ഷ്മി പറഞ്ഞത് ശരിയാണ്. കാരണം ഞാൻ കണ്ട ഇങ്ങനത്തെ എന്ന് പറഞ്ഞാല് ഞാൻ ട്രെയിനിൽ നിന്ന് കാണുന്ന പോലാണ്. മനസ്സിലായ? ഓലൊക്കെ ലാദേട്ടം പെര കയറ്റുമോ? ഓലൊക്കെ കയറ്റും. പിന്നെ അവിടെ വരിക്കും ഞാൻ നിൽക്കൂ പിറ്റേ ദിവസം. ചില സ്ഥലത്തൊക്കെ പോകുമ്പോ ഇവര് എന്തൊക്കെയാണ് കാട്ടുന്നത്. ഒരാളെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു മനുഷ്യനല്ല ഒന്നില്ലെങ്കിലും മലയാളിയാന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഒന്നും ചെയ്യില്ല. ഇത് മലയാളി ഏതാ ബംഗാളി ഏതാ എരപ്പാളി ഏതാ ഒന്നുമില്ല, ആണ്ട് പിടിച്ചാണ് ഇവരൊരു സാരിയാണ് പൊക്കും, എന്നിട്ട് തല കണ്ടിട്ടേ ഉള്ളു. അങ്ങനെ പരിപാടി ഇതന്നെ. ഇതെന്നിട്ട് നമ്മ ഇങ്ങനെ കണ്ടു നിൽക്കുക. എന്താപ്പത്? ഇപ്പൊ അമ്മ ദേഷ്യം പിടിച്ചൊന്ന് കൊടുത്തു, അള്ളാ നമ്മളെയും കൊണ്ട് പോവും അടുത്ത്. പിന്നെ നമ്മളെന്താക്കി വിടും, സാരിയെ കൊടുത്ത് വ്യത്യാസം ഞാൻ ആരേ. ഹലോ ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈൻഡ്സ്കേപ്പ്. ഇറ്റ്സ് മീ ശില്പ. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു അടിപൊളി ഗസ്റ്റ് ആണ്. കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ട്രെയിനിൽ തൊട്ടി കെട്ടുക അങ്ങനെ വൈറലായിട്ടുള്ള ഒരാളാണ്. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ അനാഷ്. താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് ഹലോ ഗൈസ് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻട്രോ പറയാവോ? ഹലോ ഗൈസ്. ബാക്കി കണ്ടിന്യൂ. പിന്നെ ഇങ്ങനെ ഓരോ കണ്ടന്റ് പരമായിട്ടാ പറയല്ലേ. ഫസ്റ്റ് നമ്മള് എല്ലാ വീഡിയോയിലും ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാലോ ഹലോ ഗൈസ്. അതേമാതിരി തന്നെ പിന്നെ ബാക്കി വീഡിയോന്റെ കണ്ടന്റ്. ഇനി തൊട്ടിലിട്ടാണെങ്കിൽ തൊട്ടിലിട്ട്, ഇനി ഇവിടെതാണെങ്കിൽ ഇത്. അങ്ങനെ ഫസ്റ്റ് ഇൻട്രോ അതാ കൊടുക്കല്ലോ എപ്പോഴും. ഓക്കെ. വീഡിയോയുടെ താഴെ കമന്റ്സ് വരുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. നേപ്പാൾ കലാപത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി. അങ്ങനെ കുറെ കമന്റ്സ് വരുന്നുണ്ട്. പിന്നീട് ഈ കമന്റ് ഒക്കെ നോക്കാറുണ്ടോ, കാണുന്നുണ്ടോ? ഞാന് കമന്റ് കുറെ സാധനം ഇങ്ങനെ വന്നിനി. അപ്പൊ അതിന്റെ അടിയിൽ വേറെ വക്കീലുകളൊക്കെ ഇങ്ങനെ കമന്റ് ഇട്ടിനി. കേസ് വരാൻ സാധ്യത ഉണ്ട്, വേറെ രാജ്യത്ത് പോയിട്ടാണ് കല്ല് വാരി വരണത്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ചെറിയൊരു സീന് വരുന്നുണ്ട് കേട്ടാ, അത് വേറെ കാര്യം. എന്താണ് സീൻ? അല്ല, എന്തോ ഒരു സ്പെഷ്യൽ ടീമോ എന്തോ ഒരു അന്വേഷണം വന്നിനി ഞങ്ങൾ അവിടേക്ക്. അപ്പൊ തന്നെ ഞാനിങ്ങനെ വക്കീലൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചാണ്. ഇനി എന്തെങ്കിലും വരികയാണെങ്കിൽ അമ്മ അടുത്ത് പ്രൂഫ് കാണിച്ചു കൊടുക്കാൻ. സംഭവം എന്താ വെച്ചാല് ഇത്ര ഉള്ളൂ. എൻ്റെ ഒരു ചെങ്ങായി ഉണ്ട്, ഓന് കുറെ 1.5 കൊല്ലമായിട്ട് ദുബായിലേനി. അപ്പൊ ഓന് എൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണല്ലേ. അപ്പൊ എന്നോട് പറഞ്ഞു, എടാ ഞാൻ കുറെ കാലം ദുബായിലാണ്, ഞാൻ എന്നിട്ട് നേപ്പാൾക്ക് ഇറങ്ങാം, നമുക്ക് അവിടുന്ന് അടിച്ചു പൊളിച്ച് പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നാണ്. ഞാൻ വെസ്റ്റ് ബംഗാൾ ട്രിപ്പിന് പോയതിന്. അങ്ങനെ വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞ് നേപ്പാൾക്ക് ബോർഡർ കഴിഞ്ഞ് ഒരു 1-2 മണിക്കൂറൊക്കെ വാട്സപ്പും ഇൻസ്റ്റൊക്കെ കിട്ടുന്നുണ്ടേന്. അങ്ങനെ പിന്നെ 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊക്കെ പോയി, വാട്സപ്പ് ഒക്കെ പോയി. പിന്നെ ലോഗിൻ ചെയ്യാൻ നെറ്റ് കിട്ടില്ല, ഒരു സംഭവം കിട്ടില്ല. നേപ്പാൾ സിം ഒക്കെ ഞാൻ എടുത്തിനി. അപ്പൊ ആരോട് ചോദിച്ചിട്ട് ആർക്കും അറിയില്ല എന്താ സംഭവം. പിന്നെയാണ് മനസ്സിലായത് നേപ്പാൾ ഗവൺമെന്റ് അഴിമതി കാരണം. അപ്പോൾ വല്ല അഴിമതിയൊക്കെ ഇങ്ങനെ പുറത്ത് വന്നപ്പോൾ എല്ലാം നല്ലപോലെ പബ്ജിയും ഫ്രീ ഫയറും കളിച്ചിരിക്കണ ചെക്കന്മാരെ ഒക്കെയാണ് ബാൻ ചെയ്ത്. അതിൽ ഈ ചെറിയ പൊടിമക്കളൊന്നായിട്ട് ഇറങ്ങി ഫുള്ള് കലാപം, ഫുള്ള് അടിച്ചു പൊളിച്ച് എറിഞ്ഞ് പൊട്ടിക്കുക, പാർലമെന്റൊക്കെ എറിയുക, കത്തിക്കുക, പ്രധാനമന്ത്രിന്റെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തീയിടുക, ഇതൊക്കെ പോലെ പെരക്കൊക്കെ തീയിടുക. ഭയങ്കര സീന്. അതൊക്കെ ഇങ്ങനെ നേരെ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ കാഠ്മണ്ഡുവിലാണ് ഈ അക്രമം മെയിനായിട്ട് നടക്കുന്നത്. ഞാൻ അവിടെ റൂം എടുത്തതോ. എവിടെ പോയാലും പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടായാലുണ്ട് സാധാരണ. കാരണം അമ്മ ഇതിന്റെ മുമ്പ് പോയപ്പോ കാശ്മീർ പോയിനി, അവിടെ പോയപ്പോൾ ഇതേമാതിരി അങ്ങനെ എന്താ അറിയില്ല, ഓരോരോ ഇത്. ഇനിയിപ്പോ അടുത്ത് മലേഷ്യ പോകണ്ട, അവിടെ അതല്ല ഈ അവിടെ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാക്കിയിട്ട് അത്രയും കൂളായിട്ട് എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നേ?
അത് സംഭവം എന്താ വെച്ചാല് എന്താണ് ഞമ്മ പ്രായമുള്ള ചെക്കന്മാരൊക്കെ ഇപ്പൊ എന്താണ് നേപ്പാളിന്റെ എല്ലാ സ്ഥലത്തും കലാപം നടക്കുകയാണ്. അപ്പൊ ഈ അവിടെ കുറച്ച് പട്ടാളക്കാരുള്ളൂ. നേപ്പാളിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നേപ്പാളില് പടങ്ങളില്ല സ്വന്തമായിട്ട്. ഓല് ഇന്ത്യക്കാരെ പടം ചൈനക്കാരെ പടം കാണാം. അതേമാതിരി ആർമികളും ഭയങ്കര കുറവാണ്. കാരണം എല്ലാ ഭാഗത്തും ആർമികളെ വെക്കണ്ടേ. അപ്പൊ എന്താ കുറച്ചൊരു അഞ്ചാറ് പട്ടാളക്കാർ ഇങ്ങനെ വരും, കല്ലെടുത്തെറിയും, ഓല തല പൊട്ടുന്നു, ആംബുലൻസ് കൊണ്ടുപോകുന്നു, പിന്നെ ഇങ്ങനെ അരിച്ചു കയറും. നമ്മളടുത്തല്ല പവറ്, ആൾക്കാരുടെ അടുത്തല്ല പവറ്. അവ നമ്മളിങ്ങനെ പവറിൽ എത്ര ആയാലും നമ്മള് മുമ്പിലൊന്നും നിൽക്കൂല. നമ്മള് ബുദ്ധിയുള്ള ആൾക്കാരാ. നമ്മള് ബാക്കിൽ ഇങ്ങനെ ബാച്ചോ എന്നറിയാം, ബാക്കിൽ ഇങ്ങനെ നിൽക്കൂ, എന്നിട്ട് വീഡിയോ എടുക്കൂ, തന്നെ പണി. പക്ഷെ ഇല്ലേ അപ്പൊക്കെ ഞാന് ശരിക്കും ഒരു യൂട്യൂബിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ കത്തീനി. പക്ഷെ ആ ടൈമിൽ ഒരു മൂഡില്ല. ഐ മീൻ ഒരു സാധനമൊക്കെ ഒരു എറിഞ്ഞിന്, ഒരു ഗ്യാസിന്റെ ഒരു സാധനം, അതൊക്കെ പാടെ ശ്വസിച്ചിട്ട് ആകെ തലവേദനയും അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പൊ പിന്നെ ഒരു പേരിന് ഇനിയിപ്പോ ഭാവിയിൽ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നേപ്പാൾ കലാപത്തിൽ പങ്കെടുത്തു എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെച്ചാ പിന്നെ ആണ്ടിട്ട് ആ വീഡിയോ എന്തായാലും നല്ല വൈറലായി. വീഡിയോ എല്ലാം കയറി ചെയ്തിരുന്നു. ആ ടൈമിൽ ഞാൻ മാത്രമുള്ളൂ അവിടെ, അതാണ് ഒരു മെയിന്. പിന്നെ എന്റെ ചെങ്ങായും വന്നു. അതിന്റെ ഇടയിൽ നീ മറ്റേ കോൽമിഠായി കഴിച്ചുകൊണ്ട് അത് കൂടെ പോകുന്ന പെണ്ണുങ്ങളെ വായ നോക്കുമല്ലായിരുന്നോ? അതിനുള്ള മൂഡ് എവിടുന്ന് കിട്ടി? അല്ല, അത് എന്താ വെച്ചാല് ഫുള്ള് നമ്മ ചെക്കന്മാരല്ലേ, ഓരെല്ലാരും തന്നെ പണി. അവിടെ ഓരോരുത്തർ ഫുഡ് കഴിക്കണേ, ചിലവര് സിഗരറ്റ് വലിച്ച് ഇങ്ങനെ ഇരുന്നാണ്ട് കാഴ്ചകൾ കാണണ്, ചിലവർ ഇങ്ങനെ കോൽമുട്ടായി ഇരുന്നാണ്ട് എറിയണ്. തന്നെ എല്ലാരും ഭയങ്കര സിമ്പിളായിട്ടാ കലാപം നടക്കണേ. അപ്പൊ പിന്നെ നമ്മക്കും സിമ്പിൾ തന്നെ. ഞാനൊക്കെ ഇങ്ങനെ അവിടെ ചിരിച്ചു കാണല്ലോ. ഓരോരുത്തർ തെറിയൊക്കെ വരുന്നുണ്ട് കമന്റിന്റെ അടി വന്നിട്ട്, എന്തിനാ ചിരിക്കണ, ഒരു കലാപം നടക്കുമ്പോ ചിരിക്കല, കലാപം നടക്കുമ്പോ ചിരിക്കുക. അതൊക്കെ ഭയങ്കര കൂളായിട്ടല്ലേ ഡൽഹിന്ന്. ഓക്കെ, പിന്നെ അങ്ങനത്തെ ഇൻസിഡന്റ് എന്താ ഉണ്ടായിട്ടുള്ളത്? പിന്നെ അങ്ങനെ അതിനെ ഞാൻ ഇതിന്റെ മുമ്പ് പറഞ്ഞിനി, ഞാന് ഡൽഹിയിലെത്തിയതിന്റെ ശേഷം ഫസ്റ്റ് ആയിട്ട് ചോർ ബസാർ കാണാൻ പോവാണ്. ആദ്യമായിട്ട് ചോർ ബസാർ ഇങ്ങനെ ഭയങ്കര സംഭവമാണല്ലോ. ഓരോ കട്ടുകൊണ്ടിരുന്ന ഫോണൊക്കെ അവിടെ ഉണ്ടാവും. ഓല് 2000 റുപ്യക്ക് ഐഫോൺ കിട്ടും, അങ്ങനെ 3000 റുപ്യക്ക് ഐഫോൺ കിട്ടും, അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇങ്ങനെ കാണാൻ പോവാ. അപ്പം ഇത് കുറെ ആഴ്ചയായിട്ട് ഞാൻ പ്ലാൻ ചെയ്യണ്ടേ, എത്ര ആയിട്ട് നടക്കില്ല. കാരണം ഇത് 5 മണിക്ക് നീച്ച് പോകണം, അപ്പോഴാണ് നമുക്ക് ഐഫോൺ കിട്ടുള്ളൂ. ഈ 2000 റുപ്യക്കൊക്കെ 15 Pro 14 Pro ഒക്കെ കിട്ടുള്ളൂ. ഐഫോൺ അഥവാ കിട്ടുകയാണെങ്കിൽ കിട്ടിയാ. പിന്നെ അന്ന് ഈ ടൈമേന് നമ്മ കൊച്ചിയില് എന്താണ് ഏതോ ഒരു ഷോന്റെ ഇടയിൽ 49 ആൾക്കാരെ ഫോൺ അടിച്ചുകൊണ്ടുപോയി. ആ ഫോൺ ഫുള്ള് ഉള്ളത് ചോർ ബസാറിലാണ്. ആ സീസണും കൂടിയാണ്. അപ്പൊ നമുക്ക് അന്ന് ലാഭമാണ്. എത്ര 10,000 റുപ്യ എടുത്ത് പോയാലും എത്ര ഐഫോൺ വാങ്ങാം, ആ മൈൻഡില് ബിസിനസ് മൈൻഡിൽ പോവേനെ ഞാൻ. അപ്പോഴാണ് എന്തായത്, ഞാൻ ഇങ്ങനെ വരുമ്പോണ്ട് ഇതൊക്കെ ഇങ്ങനെ അടിച്ചു പൂട്ടിയിട്ടാണ്, ഒന്നും കാണുന്നില്ല. അപ്പൊ ചോർ ബസാറല്ലേ, അപ്പൊ ഉണ്ട് മെയിൻ കള്ളനെ അങ്ങനെ കൊണ്ടുപോകണം പോലീസ്, ഭയങ്കര. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കോ, ഞാൻ വന്ന് പാവം കള്ളനെ പിടിച്ച് പോലീസ്. അതേമാതിരി പിന്നെ കശ്മീരത്തെ സംഭവം ഞാൻ പറഞ്ഞില്ല. പിന്നെ നമ്മ ഡൽഹി പോയ ടൈമില് അവിടെ എന്താണ് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇതേനി, എന്താണ് ഓക്സിജൻ മലിനീകരണം, പൊല്യൂഷൻ. അങ്ങനത്തെ ഓരോ പോണോടത്തൊക്കെ അതേമാതിരി എന്തൊക്കെയോ വള്ളിയാണ് മൊത്തം. മലേഷ്യ, അവരോടൊന്ന് സൂക്ഷിക്കാൻ പറയണോ, അതാവും നല്ലത്. മലേഷ്യ. ഇനി അവിടെ പോകുമ്പോ നിനക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, എന്തോ വരാനുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ പ്രതീക്ഷ വരില്ല. ഞാന് നേപ്പാൾ പോണ ടൈമില് വെസ്റ്റ് ബംഗാൾ ട്രിപ്പാണ് പോയത്. വെസ്റ്റ് ബംഗാൾ ഒരു 10 ദിവസം അവിടെ നിന്ന് അവിടെ ഉള്ള ബംഗാളികളൊക്കെ ചോറുന്ന ചായ കുടിക്കുക. ഈ വെസ്റ്റ് ബംഗാളിൻ്റെ ഒക്കെ മെയിൻ പ്രത്യേകത എന്താ വെച്ചാല് ഇവരെങ്ങനെ അങ്ങനെ ആയത് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയതാ, വാപ്പിയും മക്കളും വല്യാപ്പിയും എല്ലാവരും കഞ്ചാവ് വലിച്ച് ഇങ്ങനെ നടക്കും. അതാണ് അവിടുത്തെ ഒരു മെയിൻ. അല്ല സത്യം, ഇവർക്ക് ഇതൊരു പ്രശ്നമല്ല. കാരണം എന്താ വെച്ചാല് മോൻ അവിടെ വലിക്കുന്നുണ്ട് സൈഡിൽ നിന്നാണ്ട്, വാപ്പ അവിടെ പീഡിയയില് വലിക്കുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ കിറങ്ങി ഇങ്ങനെ നിൽക്കുക. ഞാനാണെങ്കിൽ ഈ നബിദിനത്തിന്റെ സമയത്താണ് പോയത്. അപ്പോൾ അവിടെ എല്ലാവരും ഭയങ്കര പണി. ഇത് രാത്രി ആകുമ്പോൾ ഓരോരുത്തർ നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഭയങ്കര സീനാണ്. അവിടെ ഓരോരുത്തർ ഇങ്ങനെ പരിപാടിയൊക്കെ കണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഓലെ ഫുള്ള് ഈ ഒരു നാടിന്റെ ഫുള്ള് സംഭവങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അമ്മ അവിടുത്തെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് എല്ലാം കാണി അവിടെ ഒരാഴ്ച പോയിട്ട് നിൽക്കുക. അപ്പം ഞാൻ ഇത് പ്രതീക്ഷിച്ചിനി, അല്ലോ വെസ്റ്റ് ബംഗാളിൽ എന്തെങ്കിലും ഉണ്ടാവുമോ ഞാൻ പോയിട്ട്. അപ്പോൾ ഞാൻ അന്ന് പ്രതീക്ഷിച്ച് പോയതാണ്. അപ്പോൾ വെസ്റ്റ് ബംഗാളിലൊന്നുമില്ല. അപ്പോഴാണ് എൻ്റെ ചെങ്ങായി പറഞ്ഞേ, എടാ എൻ്റെ ഡേറ്റ് ആയി, ഇജൊന്ന് പെട്ടെന്ന് വാ. ഞാൻ അവനെ ചാമ്പാൻ വിചാരിച്ചിനി, അവനെ നേപ്പാളൊക്കെ പോലെ എത്ര പണിയുണ്ട്. അപ്പം ഞാൻ ചാമ്പാൻ വിചാരിച്ചു. അപ്പം പറഞ്ഞു, എടാ പെട്ടെന്ന് അതിന് ടിക്കറ്റ് ആയിന്ന് പറഞ്ഞു. അങ്ങനെയാണ് നേപ്പാൾ പോയത്. അപ്പോഴാണ് ഞമ്മ അവിടെ കാഠ്മണ്ഡുക്ക് പോണ ബസ്സിന് കല്ലെടുത്ത് തരിക, എങ്ങനെയൊക്കെയോ അവിടെ എത്തിയതാ കാഠ്മണ്ഡു. ഞാൻ വിചാരിച്ചിട്ട് അവിടെ നിന്ന് പോരാൻ കഴിയില്ലാന്ന്. പിന്നെ പോരുന്ന തന്നെ ഭയങ്കര സീനായിട്ടാണ്. കാരണം
നമ്മ പോരുന്ന ടൈമില് ഇവര് പാർലമെന്റ് ഒക്കെ കത്തിച്ച ടീമല്ലേ, എല്ലാം ഇനി ഒന്നുമില്ലല്ലോ. അപ്പൊ ജയില് പൊളിച്ചിനി. അതിന്ന് കുറെ ഈ നല്ല ആൾക്കാരെ കൊന്നോല്, തീവ്രവാദികൾ, അങ്ങനെ കുറെ ആൾക്കാർ ചാടീനും. എന്നിട്ട് ഇവര് എന്താണ് ബസ്സും ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ച് എന്താ വെച്ചാൽ ഇവരെ പൊക്കാൻ വേണ്ടിയിട്ടാ. എന്നിട്ട് ഞാനൊരു ബസ്സിലിരിക്കേന്. നമ്മ കുറെ പട്ടാളക്കാരെ വണ്ടി പോകും, കുറെ നടന്നു പോകും, എങ്ങനെയും ബോർഡറിലെത്തണം. എനിക്ക് മടുത്ത് എങ്ങനെയും പെരയിലെത്തണം. അതിന് വേണ്ടിയിട്ട് നടക്കുക, കുറെ വണ്ടി പോകും. അങ്ങനെ ഒരു ബസ് കിട്ടി. ബസ്സിൽ പോകുമ്പോഴാണ് ആ ബസ്സിൽ നിന്ന് ഒരു കൊടും ക്രിമിനലിന്റെ ഇന്റെ അടുത്ത് ഇരുന്നാണ്ട് ആ കിതർസേ കേരളാസേ എന്നൊക്കെ ഞാൻ അവിടെ കുറെ പണി എടുത്താന്നൊക്കെ പറഞ്ഞാണ്ട് വർത്താനം പറഞ്ഞിരിക്കുക. അപ്പൊ അവനോട് ഐഡി ചോദിക്കുന്നു പോലീസ് വന്നിട്ട്. അപ്പൊ അവൻ്റെ എന്തോ ഒരു ഐഡി കാണിച്ചു കൊടുത്ത് അത് ഇത്. അപ്പൊ എന്നിട്ട് ആ ലിസ്റ്റിലുള്ളതാണ് ആളെ തൂക്കിക്കൊണ്ടേ. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കുക, എന്താല്ലേ ഇപ്പോഴും വീഡിയോ എടുത്തു വെക്കുന്നല്ല. അന്ന് എടുത്തു വെച്ചില്ല, അയാളെ ഫേസ് എടുത്തു വെച്ചില്ല. എന്തൊരു ഭാഗ്യം. ഓരോരോ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും പക്ഷെ ഈ വ്ളോഗ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല സുഖം. ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ നടക്കുമ്പോ അതൊക്കെ ആൾക്കാരോട് ഇന്റേതായിട്ടുള്ള ഭാഷയിൽ വിവരിച്ച് പറയാലോ. അപ്പൊ ഭയങ്കര സന്തോഷം കേട്ടോ. ഇതിപ്പോ അന്ന് ആളെ മുഖം ഞാൻ ആളെ മുഖം ഇതിൽ പകർത്തിയില്ലെങ്കിലും ഞാൻ വ്ളോഗിൽ പറഞ്ഞാണ് ഇങ്ങനെ ഒരാളുണ്ടേന്. അപ്പൊ ഭയങ്കര സുഖല്ലേ. ഇനിയിപ്പോ ഈ വ്ളോഗിന്റെ മെയിൻ സുഖം എന്താ വെച്ചാല്, നമ്മളിപ്പോ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാൻ കയറി, ഇപ്പൊ TTR പൊക്കിയാലും നമുക്ക് കണ്ടന്റ് ആക്കിയിടാ, പൊക്കിയില്ലെങ്കിലും കണ്ടന്റ് ആക്കിയിടാ. മനസ്സിലായോ? ശരിക്കും ടിക്കറ്റ് എടുക്കാറുണ്ടാ? ടിക്കറ്റ് നമ്മ നാട്ടിൽ നിന്നൊക്കെ ഇപ്പൊ ഈ സാധനം പറയാൻ പറ്റൂല. കാരണം എന്നെ TTR വിളിക്കും. കാരണം ഇപ്പൊ കേരളത്തിലുള്ള എല്ലാ TTRക്കും എന്നെ അറിയാതെ തോന്നുന്നു. 2-3 TTR എന്നോട് പറഞ്ഞു, ഞങ്ങളെ ഡിപ്പാർട്ട്മെന്റിന്റെ കുറച്ച് കളിയാക്കല് കൂടെ ഉണ്ട്, ടിക്കറ്റ് ഇവിടെ കാണിച്ചാൽ കുറച്ച് ചിലവര് ഭയങ്കര കമ്പനി ആയിട്ട് വർത്താനം പറയും. ഓലെ ഇതിലൊക്കെ വീഡിയോ ഓടുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ചെങ്ങായി ഉണ്ട്, ഓൻ ഇതേമാതിരി ടിക്കറ്റ് എടുക്കാതെ ഒരു വീഡിയോ ഇട്ടിട്ട് ഓനെ പിടിച്ച് ഫൈനൊക്കെ അടുപ്പിച്ചിന്. അപ്പൊ എന്നിട്ട് എല്ലാവരും ഉണ്ട് എന്റെ പേര് മെൻഷൻ ചെയ്യണം. പക്ഷെ നമ്മൾ ഡൽഹിയിൽ നിന്നാട്ടോ അങ്ങനെയൊക്കെ ചെയ്യല്. നോർത്തിൽ പിന്നെ ആരും ടിക്കറ്റ് എടുക്കലൊന്നുമില്ല. കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്ക്. അതല്ല, ഇങ്ങനെ എപ്പോഴേലും ഫൈൻ കിട്ടിയിട്ടുണ്ടോ? ഫൈൻ ഇതുവരെ കിട്ടിയില്ല. അതാ തോന്നുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു കയപ്പ്. ഐ മീൻ ടിക്കറ്റ് എടുക്കാതെ പോകണം. അല്ല അത് അങ്ങനല്ല, നമുക്ക് കിട്ടുമ്പോ ശരിയായിക്കോളൂ. അതാണ്ട് മാറിക്കിട്ട് ആ വിഷമം അങ്ങോട്ട് അതാണ് അതോടെ നീ നന്നാവുന്നു. അതല്ല, തൊട്ടിലിനൊക്കെ ഭയങ്കര ഫാൻസ് ആയല്ലോ. കുറെ വീഡിയോസ് ചെയ്തിരുന്നെങ്കിലും ഈ തൊട്ടിൽ കെട്ടിയിട്ടുള്ള വീഡിയോക്ക് ശേഷമാണ് കുറച്ചുകൂടെ പോപ്പുലർ ആവാൻ തുടങ്ങിയത്. ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെ കിട്ടിയേ? ഈ തൊട്ടിൽ നിന്നുള്ള കൺസെപ്റ്റ് വരുന്നത് ഭയങ്കര പ്രാരാബ്ദത്തിൽ നിന്ന് വരുന്ന സാധനമാണ്. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് എനിക്ക് എങ്ങനെയെങ്കിലും നമ്മൾ ഓരോ ഹിച്ചേക്കിനമ്മയുടെ അങ്ങനെ ഓരോ വീഡിയോ കാണലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇവൻ്റെ മാതിരി ആവണം, എങ്ങനെയെന്ന് ഇങ്ങോട്ട് കിട്ടില്ല സാധനം. ഇപ്പം എനിക്ക് ആ സാധനം കിട്ടി. ഇപ്പം ഈ ഹിച്ചേക്കിനമ്മയുടെ ഓന് ആഫ്രിക്കയിൽ പോകണം, ഓരോരുത്തരെ പെരയിൽ നിൽക്കണം. അപ്പം ഞാൻ പണ്ട് ഇങ്ങനെ ആലോചിക്കലുണ്ട്, എന്നാലും ഇവരിപ്പോൾ എന്താ ഇപ്പോൾ കാട്ടണേ, ഓരോരുത്തർ ഇങ്ങനെ ക്ഷണിക്കല, അതൊക്കെ സ്ക്രിപ്റ്റഡ് അല്ല. അതിങ്ങനെ എൻ്റെ മൈൻഡിൽ കിടന്ന് കളിക്കുകയാണ്. പിന്നെയാണ് മനസ്സിലായത്, നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു സ്റ്റോറി ഇടുക, അപ്പോൾ അവിടെയുള്ള ആൾക്കാർ നമ്മൾ മെസ്സേജ് അയക്കും. ഇപ്പോൾ നമ്മൾ പോപ്പുലർ ആയതുകൊണ്ട് തന്നെ ഓൾക്ക് നമ്മളെ അറിയാം. അങ്ങനെ കുറേ ഇപ്പൊ ഞാൻ ഈ വെസ്റ്റ് ബംഗാൾ ട്രിപ്പ് പോയി ഒരു 10-15 ദിവസം പോയി. എനിക്ക് എത്ര ചെലവ്? ഒരു 4000 റുപ്യ ഉണ്ടാവുള്ളൂ. ബാക്കി ഫുള്ള് ഓസി അല്ലേ. സത്യോ, ഞാനത് ആലോചിക്കണേ. ഇപ്പൊ ഒരു നോർമൽ ആളാണെങ്കിൽ ഇങ്ങനെ ഒരു കണക്ഷൻ കിട്ടൂല. നമുക്ക് കണക്ഷൻ കുറേ ഉണ്ടാവും. ഇനിയിപ്പോ എന്താണ് ഇങ്ങനെ വീഡിയോ ചെയ്യണോണ്ട് തന്നെ നല്ല കണക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് നല്ല സുഖമാണ്. നിങ്ങൾ എന്താ ചോദിച്ചിനി? അത് ശരി, ഈ കോൺസെപ്റ്റ് കോൺസെപ്റ്റ് വന്നത് കഥ പറഞ്ഞു പോയതാ. കോൺസെപ്റ്റ് വന്നത് എങ്ങനെ വെച്ചാല്, ഞാൻ ഫസ്റ്റായിട്ട് ട്രിപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് വ്ളോഗർ ആവാനല്ലോ. അപ്പം നമ്മൾ എങ്ങോട്ടെങ്കിലൊക്കെ ട്രെയിനൊക്കെ കയറൂലേ. അങ്ങനെ കയറുമ്പോൾ എനിക്ക് ഇരുന്നുറങ്ങണതൊന്നും അങ്ങനെ ഇഷ്ടമല്ല. ബാക്കിയുള്ളവരെ ഇപ്പം എൻ്റെ കൂട്ടത്തിലുള്ള ബംഗാളികളൊക്കെ ഇങ്ങനൊക്കെ ഉറങ്ങും, ഇങ്ങനെ ഉറങ്ങും. കണ്ണാടി വെച്ചിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല എക്സ്പ്രഷൻ. എങ്ങനെ ഉറങ്ങും? കണ്ണാടി വരണോ? അപ്പൊ എങ്ങനെ ഉറങ്ങും? ഓരിപ്പോ ഈ തമ്പാക്ക് വിമല് നമ്മ വീഡിയോയിൽ എപ്പോഴും പറയണ സാധനമാണ്. അത് വെച്ചാണ്ട് ഓരോ ആ തരിപ്പിൽ ഇങ്ങനെ കിടന്നുറങ്ങും എപ്പോഴും. അപ്പൊ എനിക്കാണെങ്കിലും ഇങ്ങോട്ട് ഉറക്കം കിട്ടൂല. എങ്ങനെ ഉറങ്ങിയാലും പിന്നെ എനിക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ തലവേദന വരും. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത്. നമ്മൾ കുളിക്കാൻ വെക്കൂലേ, ട്രിപ്പ് പോകുമ്പോൾ എന്തായാലും കുളിക്കാൻ മുണ്ടുണ്ടോ എവിടെന്നെങ്കിലൊക്കെ. അപ്പൊ ഈ മുണ്ടെടുത്തിട്ട് മറ്റേ ലഗേജ് വെക്കണ കമ്പിമൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് തല ഇങ്ങനെ വെച്ചുറങ്ങാന്ന്. അപ്പൊ കുറച്ചൊരു സുഖം കിട്ടി. പക്ഷെ എന്നാലും നമുക്ക് ഒരു സുഖം കിട്ടുമ്പോൾ അമ്മ ഒന്നും കൂടി അത് തേടി പോകൂലേ. അങ്ങനെ ആ മുണ്ട് വെച്ച് കെട്ടിയത് ഞാൻ ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്ത്. ഈ പാൻ്റൊക്കെ മാറ്റാൻ നേരത്തെ തുണി തരും. ഓരോ വല്യപ്പൻ്റെ തുണിയൊക്കെ എടുത്തോണ്ട് ഞാൻ ഓരോ കള്ളിത്തുണിയൊക്കെ. അപ്പം അതൊന്ന് കെട്ടി വെക്കും. അത് കെട്ടിയപ്പോൾ നമ്മളെ ഉടല് വെക്കാൻ തുടങ്ങി. ഉടലൊക്കെ പോവല്ല, നല്ല സുഖമായില്ല. പിന്നെ എനിക്ക് തോന്നിയത് അതെന്തോ ഉടല് ഫുള്ള് അതിൽ കയറി കിടന്നൂടെന്ന്. അങ്ങനെ ഞാൻ കയറി കിടന്നത്. അങ്ങനെയാണ് കുറേ സാധനങ്ങൾ പൊട്ടിയാണ്ട് അടിക്കൊക്കെ വിൽക്കൽ തുടങ്ങിയത്.
ആ ടൈമിലാണ് ഒരു തുണി വാങ്ങും, അത് കീറി പൊട്ടു, അടിക്ക് പോകും, അടുത്ത് വാങ്ങും. പക്ഷെ ഈ അടിക്ക് വീണാലും ഹിന്ദിക്കാർക്ക് ഒരു പ്രശ്നമല്ല. കാരണം എന്താ വെച്ചാൽ ഓലും കിക്കിലാണ്, ഓലും ഇങ്ങനെ ഇരിക്കോ, അത് അടിക്ക് വീണ ബൈ സോറി, നമ്മളോട് സോറി ഒക്കെ പറയും. ഞാൻ സോറി വേണ്ട ബ്രോ, പിന്നെ അടുത്ത് കെട്ടും, അങ്ങനെയാണ്. അപ്പം പിന്നെ ഈ തൊട്ടിരി എന്ന് പറഞ്ഞാൽ ഈ സാധനം ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന സാധനം കണ്ട എന്താ വെച്ചാൽ ഒരു ചെങ്ങായിൻ്റെ ഓന് ഒരു പാക്കേജ് ഒക്കെ നടത്തണ ചെങ്ങായ, ട്രാവൽ ബൈ 5G എന്നറിയാം, അങ്ങനെ ഒരു ചെങ്ങായ. ഓൻ്റെ ഒരു വീഡിയോ കണ്ടിനി ഞാൻ, ഈ സാധനം ഇങ്ങനെ കെട്ടിയിട്ട് ഒരു തൊട്ടിലുമായിട്ട് ഹാമക്ക് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ആ സാധനം ഇങ്ങനെ കെട്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ കുറേ വിചാരിച്ചാ, അപ്പം ഞാൻ ഒരു ദിവസം ഒരു സ്റ്റോറി ഇട്ടീനി, ഗൈസ് എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടിയാൽ ഇനിയിപ്പോൾ ആരും തലേക്കൊന്നും നോക്കണ്ടല്ലോ എന്ന്. അപ്പോൾ എൻ്റെ ഒരു ഫോളോവർ എനിക്ക് അയച്ചു തന്നതാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ആ സാധനം, തൊട്ടിൽ. അങ്ങനെ പിന്നെ അതിൻ്റെ സുഖം കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് എങ്ങോട്ട് പോകാതായി. കാരണം ഈ ജനറലിൻ്റെതായിട്ടൊരു സൗന്ദര്യമുണ്ട്. സംഭവം നമ്മുടെ അടുത്ത് പൈസ ഇല്ലായിട്ടല്ല, AC പോകാൻ പൈസ ഇല്ലായിട്ടല്ല. പക്ഷെ ഈ AC ഒരു ദിവസം പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസമാണ് പോകും, ആരും മുണ്ടൂല. ഇനിയിപ്പോൾ AC ഉള്ള ആരെങ്കിലും ഒന്ന് തോണ്ടിയിട്ടുണ്ടെങ്കിൽ അത് പീഡനായി, അങ്ങനെയൊക്കെ വരും, അങ്ങനെ വരും. പക്ഷെ ഇനിയിപ്പോൾ ജനറലിലുള്ള ആരെയും പോയി തോണ്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ പീഡനല്ല. അത് ജനറലിൽ നിന്ന് ഭയങ്കര നമുക്ക് കമ്പനി ബിൽഡ് ചെയ്യാൻ കഴിയും. ഞാൻ തന്നെ നമ്മളിപ്പോൾ ഒരു ഡൽഹിക്കൊക്കെ പോണ ദിവസം എനിക്ക് പിന്നെ എങ്ങനെ വെച്ചാൽ നമ്മൾ കുറച്ച് വർത്താനം പറഞ്ഞാൽ പിന്നെ കമ്പനിക്കാരായി. അത് അപ്പത്താ ഐ മീൻ ടെമ്പററി കമ്പനി ആയി. ഞാൻ അത് ആലോചിച്ചതാ. അപ്പൊ നമ്മ ഇങ്ങനെയൊക്കെ ചെയ്തണ്. കുറച്ച് UP കുറച്ച് ടീമുണ്ട്. അപ്പൊ ഞാൻ ഓലായിട്ട് കമ്പനിയായി. എന്നിട്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കും, എൻ്റെ പേഴ്സണൽ നമ്പറൊക്കെ കൊടുക്കും, വിളിക്കണം കേട്ടോ, മറക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. പക്ഷെ ഇവലിഞ്ഞ് ഞാൻ ഡൽഹിയിലേക്ക് എത്തി വേറെ എന്തെങ്കിലും പണിൻ്റെ ഇടയിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല തെറി പറയും, വിളിച്ചാണ്ട് ഹിന്ദിയിൽ ഇത് ഊന്നിയാന്ന് പറഞ്ഞിട്ട് കുറേ പറയും. പിന്നെ നിങ്ങൾ പോകും. അതൊക്കെ അപ്പത്തെ ആ ഇതിൽ നമ്മൾ ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല നല്ല ആൾക്കാരെ കാണുമ്പോഴേ. പക്ഷെ ഈ ജനറലാട്ടോ നല്ല നല്ല ആൾക്കാരുള്ളത്. ഓരോ നാടിൻ്റെ കൾച്ചർ ആണെന്നുണ്ടെങ്കിൽ അത് ജനറലിൽ തന്നെ പോകണം. അത് ഞാൻ എപ്പോഴും പറയണതാണ്, ഒരു നാടിൻ്റെ കൾച്ചർ അറിയണമെന്നുണ്ടെങ്കിൽ. ഇപ്പം ഗുജറാത്തിൽ കൂടെ ട്രെയിനിൽ പോവുകയാണെങ്കിൽ ഒരുമാതിരി ഒറ്റൊന്ന് കൊടുക്കാൻ തോന്നുന്നു കാണുമ്പോൾ തന്നെ. പിന്നെ അതേമാതിരി ഇപ്പോൾ കശ്മീർ കൂടെ പോയേക്ക് എന്ത് നല്ല മനുഷ്യന്മാർ. അതേമാതിരി ബീഹാർ കൂടെ കയറി വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം ബീഹാറിൽ നിന്ന് തൊട്ടിലെത്തി. എന്നിട്ട് ഒരു ചങ്ങായി തോക്കൊക്കെ ആയിട്ട് വരിക വെടിവെക്കാൻ. മാർപ്പിട്ട് തോട്ടി ആദമിയെ എന്നൊക്കെ പറഞ്ഞാണ്ട് ഭയങ്കര. കാരണം ഈ ബീഹാരികൾ എന്ന് പറഞ്ഞാൽ കൊല്ലക്കാരന്മാരിയാണ്. ഒരാരും ഇൻട്രവേർട്ട് ഉണ്ടാവില്ല, ഭയങ്കര എക്സ്ട്രോവേർട്ട് സാധനങ്ങളാണ്. ഇങ്ങനെ നിൽക്കും, ഓനാരാ ബീഹാരി, ഇങ്ങനെ ഇൻസ്റ്റയിൽ എപ്പോഴും ട്രോള് കാണാം. ഇപ്പോൾ നമ്മൾ ജാമ്യ മില്ലയിൽ തന്നെ ക്ലാസ്സിൽ UP അങ്ങനെ കുറേ ടീമുണ്ടാവും. പക്ഷേ ഈ ബീഹാരികളെ എപ്പോഴും കളിയാക്കലാണ്. കാരണം എന്താ വെച്ചാൽ ബീഹാറിൽ അങ്ങനെയാണ്, ട്രോളോട് ഓല കണ്ടിട്ടില്ല, ട്രെയിൻ ഇങ്ങനെ നിർത്തുക, ഓല സ്ഥലത്തുമ്പോൾ ഒരു ചങ്ങല വലിക്കും, എന്നിട്ട് ഇറങ്ങി പോവുക. പിന്നെ അതേമാതിരി നമ്മളെ ബസ് ഓടാത്ത അന്ന് ട്രെയിന് പിടിച്ച് നിർത്തുക ഓല സ്ഥലത്തുമ്പോൾ. അങ്ങനെ ബീഹാരികളാണ്. അപ്പം ഈ ബീഹാരികൾ അവിടുന്ന് ബീഹാറിൽ നിന്നൊക്കെ ഇത് കെട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം അത് പിടിച്ച് അയപ്പിക്കാറ്റിങ്ങൾ തോട്ടി ആദമി അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ വെറുതെ തല്ലുണ്ടാക്കും. ട്രെയിനിന് എപ്പോഴും ഏറ്റവും കൂടുതൽ ട്രെയിനിന് തല്ലാണ്ട് ബീഹാറിൽ നിന്നാണ്. അനങ്ങിയ അടിയാ, ഒന്ന് പറഞ്ഞ് രണ്ടിനും അടിയാ, ബാക്കിയുള്ളവർക്കൊന്നും അങ്ങല്ല കേട്ടോ. ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നില്ലേ ഒരാളെ ഭയങ്കരമായിട്ട് അടിക്കുന്നതൊക്കെ, അതിനുശേഷം പുള്ളി സംസാരിച്ചിരുന്ന? പുള്ളി സംസാരിച്ചിന്. ഓനെ അന്ന് വെള്ളം അടിച്ചിട്ട് ഏതോ ഒരു പെണ്ണിനെ പോയി കയറി പിടിച്ചതാണ് സംഭവം. അത് വരെ എന്റെ ചെങ്ങായി ഇത് കഴിഞ്ഞിട്ട് ഞാനറിയുന്നില്ല. എന്നിട്ട് പിന്നെ പിറ്റേന്ന് ആൾക്ക് ബോധം വന്നതിന്റെ ശേഷം ഞാൻ പറഞ്ഞു, അങ്ങ് നല്ല അടിയൊക്കെ കിട്ടീനി, ഇങ്ങോട്ടാ കിട്ടി, അതും അറിയില്ല തോന്നുന്നുണ്ട്. എന്നിട്ട് ഓൻ പറഞ്ഞേ, പക്ഷെ ആ പട്ടാളക്കാരൻ എന്റെ ആരോ ആണ്, അതുകൊണ്ടാ തല്ലിയത് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്കൊരു പേടി ഉണ്ടായിന്. ഓന് പണിയെടുക്കുന്നത് ചെന്നൈ ആണ്. ഈ ചെന്നൈയിലുള്ള ഏതോ ഒരു മലയാളി ഇന്ത്യക്ക് ഉണ്ട്, ഓന്റെ വീഡിയോ ഇട്ടെന്നാണ്. അന്ന് വീഡിയോ എടുത്ത ചെങ്ങായി ഓനെങ്ങാനും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഓനെ നമ്പറിന്റെ സേവ് എന്തോ ജോർജ് അങ്ങനെ എന്തോ ആണ് പേര്. ഇങ്ങനെ ട്രിപ്പിനൊക്കെ പോകുമ്പോ കിട്ടുന്ന ആരെങ്കിലും ഇപ്പൊ കോണ്ടാക്റ്റിലുണ്ടോ? അങ്ങനെ കുറെ സ്ഥലത്തുണ്ടാവും. ഓരോ ഇനിയിപ്പോ UP ഓരോ സ്ഥലത്ത് ബംഗാളി ഇനിയിപ്പോ ഏകദേശം ഇപ്പൊ ഞാൻ പോയ സ്ഥലത്തൊക്കെ എനിക്ക് ഇനിയും പോവാം. ലാസ്റ്റ് പോയത് വെസ്റ്റ് ബംഗാളൊക്കെ അല്ലേ. വെസ്റ്റ് ബംഗാൾ ഞാൻ ഒന്നും കൂടി പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും സുന്ദരികളായ പെണ്ണുങ്ങളുള്ള വെസ്റ്റ് ബംഗാളിലാണ്. എനിക്കത് തോന്നുന്നത്. കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് കശ്മീരിലാണെന്നാണ്, പക്ഷെ കശ്മീരല്ല, വെസ്റ്റ് ബംഗാളിലാണ്. അപ്പോൾ എൻ്റെ ഉമ്മനോട് ഇത് പറയുമ്പോൾ ഉമ്മ പറയും, എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമാണ്, ആരെ കണ്ടാലും ക്രഷ് അടിക്കുന്ന സ്വഭാവം. പക്ഷെ അതല്ല, ഇത് ഞാൻ ശരിക്കും പറയാണ്. കാരണം എന്താ വെച്ചാൽ വെസ്റ്റ് ബംഗാളിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ഗേൾസ് ആണ്. അതേപോലെ തന്നെ ഒരിക്കൽ ഈ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഈ അറബികളൊക്കെ കാണൂലേ, അറബിയാണ്
അറബി വരുന്നുണ്ട്, ഷെയ്ക്ക് വരുന്നുണ്ട്. അതേമാതിരി മലയാളി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സെറ്റാവും, കുട്ടിയൊക്കെ ടട വെച്ചിട്ട് സെറ്റാവും. ഹായ് ഐ ആം ഫ്രം കേരള എന്ന് പറയുമ്പോൾ തന്നെ ഒരു 70% പിന്നെ ബാക്കി വേണമെങ്കിൽ മൂവ് ചെയ്താൽ മതി. സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ അല്ല നമുക്ക് പെട്ടെന്ന് സെറ്റാവും വെസ്റ്റ് ബംഗാളിൽ കാരണം ഓരോ ഉമ്മാരെന്നെ പറയും മോനെ കുട്ടീനെ കെട്ടിച്ച് കൊണ്ടേക്കോ, കാരണം ഓരോ കഷ്ടപ്പാടല്ല അവിടെ ഫുള്ള്. നമ്മ കേരളം എന്ന് പറഞ്ഞാൽ റിച്ച് ആൾക്കാര്, കേരളക്കാര് റിച്ച്, അങ്ങനെയാണ് ഓരോരു വിചാരം. അപ്പൊ ഇനി അവിടെ പോയിട്ട് പെണ്ണന്വേഷിക്കാന്നുള്ളൊരു മൈൻഡ് പിടിച്ചേക്കല്ല. അല്ല ഞാൻ പറയാ ഇനിയിപ്പോ ഭാവിയിൽ പെണ്ണൊന്നും കിട്ടിയില്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ ഫാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അല്ല പെണ്ണ് കിട്ടാതൊക്കെ ഒന്നുമില്ല, കിട്ടും. ഫാൻസിന്റെ മെസ്സേജ് ഒക്കെ എങ്ങനെയുണ്ട്? ഫാൻസിന്റെ മെസ്സേജ് ഒന്നാമത് എന്താ വെച്ചാല് ഇപ്പൊ ഞാൻ നേരിട്ട മെയിൻ പ്രശ്നം, ഈ ഇൻസ്റ്റയിൽ കുറേ ചെക്കന്മാര് ഓരോ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. മറ്റേ എന്താണ് ഓല നാട്ടിലത്തെ ഓരോ ഗ്രൂപ്പ് ഉണ്ടാവും. ഫോർ എക്സാമ്പിള് എന്താണ് ചെങ്ങായിമാര്, അത് പിന്നെ അത് ഓരോ വൃത്തിയട്ട ഗ്രൂപ്പും ഉണ്ടാവും. അതിലൊക്കെ ആഡ് ചെയ്താണ്ട് ഇവര് ട്രിപ്പ് പ്ലാൻ ചെയ്യാം. എന്നിട്ട് ഞാൻ ഇപ്പം എൻ്റെ അമ്മക്ക് മെസ്സേജ് അയക്കുന്ന ഫോളോവേഴ്സിൻ്റെ മെസ്സേജ് കാണുന്നത് എങ്ങനെയാണ്, എന്നിട്ട് ഇത് തുറക്കുമ്പോൾ അതുണ്ടാവും ഓരോ ഗ്രൂപ്പ്, അണ്ടിപ്പറമ്പിൽ അണ്ടികൾ, അത് ഇത് അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ ഗ്രൂപ്പ് ഉണ്ടാവും. സൈക്ക് ഇത് നല്ല ദേഷ്യമാണ്. ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ്. ഇത് ഇനിയിപ്പം ഫോർ എക്സാമ്പിൾ ഇനിയിപ്പോൾ നെയ്മർ വിചാരിക്കുകയാണ് ഇന്നൊരു ഗ്രൂപ്പിലിടാം, അത് പറ്റൂല. എല്ലാരും അങ്ങനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. പണ്ട് ഞാനും ചെയ്യുന്നതാണ്, ഓരോരുത്തരെ ഇങ്ങനെ നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അതിപ്പോ തിരിച്ച് കിട്ടില്ല തുടങ്ങി. ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയൂല, നമ്മ കൊറേ നോക്കൂ. പക്ഷെ ഈ ഫസ്റ്റ് തന്നെ തുറക്കുമ്പോ തന്നെ ഇതൊക്കെ വരാ. റിസ്ക് എടുത്ത് നോക്കണ്ടേ, കണ്ടുപിടിക്കണ്ടേ. അല്ല പക്ഷെ എന്നാലും എന്താണ് ഞാൻ എന്റെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് തന്നെ പക്കാ ഇഷ്ടമുള്ളതൊക്കെ പെട്ടെന്ന് അറിയുന്നുണ്ട്. ഞാൻ ഓരോന്ന് കണക്ഷൻ ഉണ്ട്. ലാസ്റ്റ് ആയിട്ട് വന്നൊരു പ്രപ്പോസൽ ഏതായിരിക്കും? പ്രപ്പോസല് എന്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എനിക്ക് പ്രപ്പോസലിനെ കണ്ടിട്ട് ആർക്കും ക്രഷ് അടിക്കുന്നു. കാരണം ഞാൻ അങ്ങനത്തെ വീഡിയോസ് അല്ല ചെയ്യല്. എന്റെ കോലം തന്നെ ഭയങ്കര ഇതിലാണ്. ഇപ്പൊ നമ്മ ഡ്രസ്സ് മാറ്റി നിൽക്കാന്നല്ലാതെ എന്റെ വീഡിയോ ആവുമ്പോ തന്നെ നമ്മ ഓരോ സിറ്റുവേഷനിലുള്ള വീഡിയോ ആണ് എടുക്കുക. ഒന്നെങ്കിൽ അവിടെ എങ്ങനെ ഇരിക്കണ വീഡിയോ ആവും, അങ്ങനത്തെ ഒക്കെ ആവും തുടങ്ങുക. അപ്പൊ ആർക്കും അങ്ങനെ ക്രഷ് അടിക്കാനൊന്നും സാധ്യമില്ല. ചിലപ്പോ ഇങ്ങനെ ഉണ്ടാവും, എന്ത് സംസാരം ഇഷ്ടമാണ്, അത് വിചാരിച്ചിട്ട് ഓൾക്ക് ഇഷ്ടമാണെന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹനാൻഷ് നല്ല പാട്ടുകാരനാണ്, ഹനാൻഷ് പാട്ടുകാരനാണ് വിചാരിച്ചിട്ട് ചില ഗേൾസിന് ഓനെ കെട്ടാൻ പൂതിയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മനസ്സിലായ? ഓന്റെ ഇപ്പൊ ഫോട്ടോ എടുക്കണം, സ്റ്റോറി ഇടണം, അത്ര തന്നെ. അല്ലാതെ അല്ല ഇക്കങ്ങനെ തോന്നിയില്ല കേട്ടോ. തോന്നിയിട്ടില്ല. അത് നന്നായിട്ടുണ്ട്. ആ തൊട്ടില് ഒരു നേപ്പാളി കുട്ടീനെ കൊടുന്ന് വെച്ചായിരുന്നല്ലോ, ആ തൊട്ടി പൊട്ടൂലെന്ന് അവർക്ക് അത്രയും ഗ്യാരണ്ടി ആയിരുന്നോ? ഞാൻ അവരോട് പറഞ്ഞിന് ഇതില് 100 ഇപ്പൊ എന്റെ ഇപ്പൊ 2 തൊട്ടിലുണ്ട്. ഒന്നില് 100 ഒരു 120 വെയിറ്റ് ഒക്കെ പോകും, 100 120. രണ്ടാമത്തെ ഒന്ന് വന്നാണ് ചൈനന്ന് ഇറക്കിയൊരു സാധനം, കിട്ടില്ല സാധനം. അതിന് 3000 റുപ്യൊക്കെ ഉണ്ട്. അതില് നല്ല പോകും, ഒരു 200 250 കിലോനൊക്കെ പോകും. നമ്മൾ 2 ആളൊക്കെ കിടക്കാം അതില്. ഇപ്പൊ കപ്പിൾസ് ഒക്കെ ആണെങ്കിൽ സുഖസുന്ദരായിട്ട് കിടക്കാം. അങ്ങനത്തെ സാധനം. ഈ സാധനം ഇവളല്ല, ഈ എന്റെ വീഡിയോ കാണുന്നവരാണ് ഇത് തൊട്ടില് എന്ന് പറയണേ. ഇത് ശരിക്കും യൂറോപ്യൻസ് ഉപയോഗിക്കുന്ന പക്ക സ്റ്റാൻഡേർഡ് സാധനം. ഞാനും പിന്നെ തൊട്ടില് എന്ന് പറഞ്ഞാൽ അതിനാണ് ഇതായി. പക്ഷെ എന്തായാലും ഞാൻ അതിനൊരു ഇതാക്കും. എങ്ങനെ പറഞ്ഞാൽ നമ്മൾ ട്രെൻഡിങ് ആക്കണം. ഞാൻ ഇതിന്റെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ചൈനയിൽ നിന്ന് ആളൊക്കെ ഏർപ്പാടാക്കി. അതിന് ഞാൻ കുറെ പറഞ്ഞാണ്. പക്ഷെ ആ സാധനം ഇനി എത്താണ്ട് എനിക്ക് ഒരു ബിസിനസ് സെറ്റാക്കണം എന്ന്. ലാഭമൊന്നും വേണ്ട, പക്ഷെ ഇതിങ്ങനെ കെട്ടിയാണ്ട് ആൾക്കാർ. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ഒരു തൊട്ടിലുകൊണ്ട് എത്ര ലാഭം ഉണ്ടായി? 20,000 30,000 എത്ര ലാഭം ഉണ്ടായി? എത്ര ടിക്കറ്റ്? കാരണം നമ്മൾ ജനറലിൽ ടിക്കറ്റ് എടുക്കാതെ പോണേ, ടിക്കറ്റ് എടുത്ത് പോണേ, അത് എന്തൊരു ലാഭമാണ്. ഇപ്പം ഇനിയിപ്പോൾ ടീച്ചർ വന്നാൽ തന്നെ അതിന് തലക്ക് സുഖമില്ലാത്ത കുട്ടി മേലെ കെടുക്കുകയായിരിക്കും, ആരും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ മറ്റേ ടീമോ അങ്ങനെ ശ്രദ്ധിക്കൊന്നുമില്ല. മനസ്സിലായ? ആ ടീമിനെ കളിയാക്കിയിട്ട് കളിയാക്കിയിട്ടല്ല. ഞാൻ പേഴ്സണലി ട്രാൻസ്ജെൻഡേഴ്സിനെ കളിയാക്കണ ഇഷ്ടമല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇനി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾ അതേമാതിരി ആവാം, അങ്ങനെ എനിക്കൊരു പേടിയുണ്ട്. പക്ഷെ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇവര് എന്തൊക്കെയാണ് കാട്ടണത്, നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ഇവര് കാട്ടണത്? ഒരാളെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു മനുഷ്യനല്ല ഒന്നില്ലെങ്കിലോ എന്താ ഓരോ ഇങ്ങനെ. ഇപ്പൊ ഫോർ എക്സാമ്പിള് ലാസ്റ്റത്തെ ഞാൻ ആ വീഡിയോ എന്താ വെച്ചാൽ ഇവരോടുള്ള ദേഷ്യം തീർത്തതാ. ഓരോരുത്തരെ ഈ ഒന്നാമത് മലയാളിയാന്ന് പറഞ്ഞാൽ ഓരോരുത്തരൊന്നും ചെയ്യില്ല. ഇത് മലയാളി ഏതാ ബംഗാളി ഏതാ എരപ്പാളി ഏതാ ഒന്നുമില്ല, ആണ്ട് പിടിച്ചാണ്ട് ഇവരൊരു സാരിയാണ് പൊക്കും, എന്നിട്ട് തല കണ്ടിട്ട ഉള്ളു. അങ്ങനെ പരിപാടി ഇത് തന്നെ. ഇത് എന്നിട്ട് നമ്മ ഇങ്ങനെ കണ്ടു നിൽക്കുക. എന്താപ്പത്? കുറച്ചൊക്കെ മാന്യമായിട്ട് ചോദിച്ച് അതൊക്കെ ആണെങ്കിൽ ഓക്കെ, ഓലെ ജീവിതമാർഗമല്ലേ, ഓൽക്കാരും പണി അവിടെ കൊടുക്കൊന്നുമില്ലല്ലോ, അതൊക്കെ.
ഇത് പക്ഷെ ചിലവരുണ്ട് കേട്ടോ ഭയങ്കര ഇന്നപ്പറേറ്റ് കമ്പനി ഉള്ളവരൊക്കെ ഉണ്ട്. ഐ മീൻ നമ്മ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടൈമിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഡൽഹിയിലായ ടൈമില് ഒരു 15 ദിവസം ഡൽഹിയിൽ നിൽക്കുമ്പോത്തിന് നാട്ടിലത്തെ ചായയും സമൂസയും തിന്നാൻ പോതിയോ. അപ്പൊ പിന്നെ ഇങ്ങോട്ട് തന്നെ വരും. പിന്നെ ഇവിടെ ഒരു 5-6 ദിവസം നിൽക്കും. പിന്നെ അങ്ങോട്ട് അങ്ങനെ ഒരു ടൈം ഉണ്ടേന്. ആ ടൈമില് ഈ പെണ്ണിനെ എപ്പോഴും ഇടക്കിടക്ക് കാണും. അപ്പൊ അങ്ങനെ ഒരു ചെറിയ കമ്പനി ഉണ്ട്. മലയാളി അങ്ങനെ ഒരു കമ്പനി ഉണ്ട്. അതിന് കുറച്ച് മലയാളം അറിയാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ബാക്കിയുള്ള കുറച്ച് ടീമുണ്ട്. ഈ മുംബൈയിൽ നിന്ന് ഗുജറാത്തിൽ നിന്നൊക്കെ കയറുന്ന കുറച്ച് ടീം. ഇവര് ഭയങ്കര ടെററാണ്. ഇവരെന്തൊക്കെയാ കാണിക്കണത്. ആ വീഡിയോയിൽ പറഞ്ഞൊക്കെ ശരിയാണ്. ആ വീഡിയോയിൽ ഞാൻ വിഷ്വൽസ് അടക്കം അത് ഞാൻ എന്താ വെച്ചാല് ഐ മീൻ ശാരീരികമായി പീഡിപ്പിച്ചു പോയി അറ്റുങ്ങള്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് 4-5 ഭാഗത്ത് ക്യാമറ വെച്ച് എല്ലാ ബംഗാളികളുടെ അടുത്ത് ക്യാമറ അവിടെ ഇവിടെ കുറച്ച് മലയാളീസ് ഒക്കെ ഉണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തു നിന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് അറ്റിങ്ങളെ ഈ വയറ് അതൊക്കെ കാണുന്നുണ്ടല്ലോ അതിൽ അതൊക്കെ കിട്ടിയ അതിനാണ്. അത് ഞാൻ ദേഷ്യം തീർത്തത്. കാരണം എന്താ വെച്ചാല് എന്തൊക്കെയാ അറ്റിങ്ങളന്ന് കാട്ടിയത്. അമ്മ ദേഷ്യം പിടിക്കൂലേ. അതുകൊണ്ട് അല്ലാതെ നമ്മ അങ്ങനെ കളിയാക്കലില്ല. ഷൂട്ട് ചെയ്യാൻ ഭയങ്കര റിസ്ക് ആയിരുന്നില്ലേ? ഷൂട്ട് ചെയ്യാൻ ഭയങ്കര റിസ്ക്കാ. ഫോണൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കൊണ്ടുപോകും. ഒന്നും ഇറ്റിങ്ങ ജയിലിൽ പോവില്ലല്ലോ. നമ്മ ഒന്നും ചെയ്യാൻ ഇനിയിപ്പോ അമ്മ ദേഷ്യം പിടിച്ചൊന്ന് കൊടുത്ത് അള്ളാ നമ്മളെയും കൊണ്ട് പോവും അടുത്ത്. പിന്നെ നമ്മളെന്താക്കി വിടും. സാരിയെ കൊടുത്ത് വ്യത്യാസം ഉണ്ടോ ഞാൻ ആരേ കറക്റ്റായിട്ട് പഠിച്ച. അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ഒരു കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതും എന്താ അങ്ങനെ ചെയ്യാൻ മറ്റേ ഇത് എന്താണ് റിയാസ് സലീമിന്റെ കാരണം എന്താ വെച്ചാല് എന്താണ് ഈ റിയാസ് സലീം ഇവനെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ കണ്ടന്റ് ഇതാണ്. ഇപ്പൊ ജാസി മൂപ്പത്തിയേര് ആണായി ഇപ്പൊ പെണ്ണിന്റെ ഹോർമോൺ ആണെന്ന് പറഞ്ഞിട്ട് പെണ്ണായി. ഐ മീൻ പെണ്ണായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ജീവിച്ചു പോണത്. അപ്പൊ ഓക്കെ ഞാൻ പണ്ടൊക്കെ ജാസിനെ കളിയാക്കലുണ്ടേനി. പിന്നെ ഏതോ മണവാളിന്റെ കല്യാണം അങ്ങനെ എന്തോ പോയെന്ന് എന്നെ മുപ്പത്തിയേര് കണ്ട്. എന്നിട്ട് പറഞ്ഞു വീഡിയോസ് ഒക്കെ ഞാൻ കാണല്ലോ. അപ്പോഴേ എനിക്ക് കത്തി ഞാൻ കളിയാക്കലുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഞാൻ പിന്നെ അത് ഒന്നും പറയല്ലേ. കാരണം നമ്മൾ കണ്ട ആൾക്കാരല്ലേ. ജാസി ഇപ്പൊ ഒരു പെണ്ണായിട്ട് നടക്കണേ. പക്ഷെ ഞാൻ അന്ന് ഈ റിയാസ് സലീം ഇവന് ഒരു ട്രാൻസ്ജെൻഡർ ആണെന്നാണ് ഓൻ പറയണത്. പക്ഷെ ഇവൻ എന്നാലും ആണിന്റെ വായിൽ നടക്കണ എന്നാലും ഇങ്ങനെ ഒരു നടത്തല്ലേ. ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് ഇളി കയറൂലേ. പിന്നെ അതേമാതിരി ലാലേട്ട മറ്റേ അതിൽ ഇതൊക്കെ പറഞ്ഞില്ലേ ഓരെന്റെ പെരയിൽ കയറ്റൂലേ. അതൊക്കെ ഇങ്ങനെ ഞാൻ ആ റിയാക്ഷൻ വീഡിയോന്റെ അക്കൗണ്ട് എന്തിനാ വെച്ചാല് എനിക്ക് ചില റീലൊക്കെ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ ഇടി കയറും. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഇതേമാതിരി കമന്റ് തീർക്കാണ്ട കലിപ്പ് തീർക്കല്. ഇപ്പൊ ഇതേമാതിരി ഇങ്ങനെയാണ് വീഡിയോ വെക്കും. എന്നിട്ട് ഇന്റെ ദേഷ്യം എന്തൊക്കെയാണ് ഒന്നായിട്ട് സമുദായത്തിനോടാണ് പറയും. എന്നിട്ട് നേരാണ് പോസ്റ്റ് ചെയ്യും. അങ്ങനെ തന്നെ പിന്നെ കയറി കാണാറുണ്ട്. പിന്നെ കാണണമെന്ന് കമന്റ് നല്ലത് പരിസരത്തോട്ട് പോണ്ട. അതല്ല അപ്പൊ ലാലേട്ടൻ പറഞ്ഞാ അത് ഇഷ്ടപ്പെട്ടില്ല. അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാല് എന്താണ് ഞമ്മ അതിലെനിക്ക് ലക്ഷ്മിനെ ഭയങ്കര ഇഷ്ടപ്പെട്ട് അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ ലക്ഷ്മിനെ ചെറിയ സപ്പോർട്ട് ചെയ്തിട്ടൊരു സംസാരിച്ചതാണ്. കാരണം എന്താണ് ഇങ്ങനത്തെ ഒരു പെര കയറ്റാൻ പറ്റൂല എന്ന് ലക്ഷ്മി പറഞ്ഞത് ശരിയാണ്. കാരണം ഞാൻ കണ്ട ഇങ്ങനത്തെ എന്ന് പറഞ്ഞാല് ഞാൻ ട്രെയിനിൽ നിന്ന് കാണുന്ന പോലാണ്. മനസ്സിലായ ഓലൊക്കെ ലാലേട്ടൻ പെര കയറ്റുമോ ഓലൊക്കെ കയറ്റും. പിന്നെ അവിടെ വരിക്കും ഞാൻ നിൽക്കൂ പിറ്റേ ദിവസം ഏറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ലാലേട്ടൻ പറഞ്ഞത് അതിലേ നൂറേനിയല്ലേ. അതാണ്. അപ്പൊ അതും ഇതും തമ്മിൽ ഭയങ്കര അല്ല അത് ശരിയാണ്. ഓലയാണ് ലാലേട്ടൻ പറഞ്ഞെങ്കിലും പക്ഷെ നമ്മക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണേ. നമ്മളെ ലോകത്ത് വെച്ചല്ലേ ചിന്തിക്കുള്ളൂ. പിന്നെ അതായത് എന്റെ വീഡിയോ കാണുന്ന ഫോളോവേഴ്സ് എന്റെ ലോകത്തല്ലേ ഉള്ളത്. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ആൾക്കാർ കാണത്തുള്ളൂ. ഈ ശരിക്കും സംസാരിക്കുന്ന ഇതേ ടോണിൽ തന്നെയാണോ മറ്റേ വീഡിയോക്കും വോയിസ് ഓവർ? പക്ഷെ വോയിസ് ഓവർ കൊടുക്കുമ്പോ ഞമ്മ അവതരിപ്പിക്കല്ലേ. ഇപ്പൊക്കെ ഞാൻ സംസാരിക്കുകയാണ് സാധാ. ഇപ്പൊ ചെങ്ങായിമാരോടായാലും ഇപ്പൊ നമ്മളിപ്പോ വന്ന ഉടനെ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ കാണാത്ത ആൾക്കാരാണ്. പക്ഷെ നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ നല്ല സംസാരിക്കും. പക്ഷെ വോയിസ് ഓവർ എന്താ വെച്ചാല് നമ്മള് ഹലോ ഗൈസ് അങ്ങനെയൊക്കെ പറയുമ്പോ കുറച്ച് അവതരണാണ്. അവതരിപ്പിക്കുമ്പോ നല്ല എനർജി പോകും. ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ ഒരു മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ എടുക്കും. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ പറയില്ല ഹലോ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് അവിടെയാണ് ഇവിടെയാണ് ഇതാണ്. ചിലവർ എന്നോട് എഴുതി വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ ഇതങ്ങനല്ല. നമ്മങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുക. എന്നിട്ട് ഇങ്ങനെ പറയാം. ഇപ്പൊ ശ്രദ്ധിച്ച് പറയണം. ഞാൻ എൻ്റെ എന്ന് പറഞ്ഞാൽ തൊള്ളക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് എന്താ പറയണെന്ന് പറയില്ല. അപ്പൊ ഞാൻ ഒന്നും കൂടി കേട്ടോക്കും. ഇത് കുഴപ്പമൊന്നുമില്ല. കേസ് വരുമോ? ഇല്ല. പിന്നത്തെ കേസ് വരൂലേ. പിന്നെ ഉണ്ടാവും നാളെ യൂട്യൂബർ അനസ് പിടിയിൽ നിന്നൊക്കെ വരും. ഈ അനാഷ് എന്നുള്ള പേരെങ്ങനെ വന്ന്? അനാഷ് എന്ന് പേര് ഞാൻ എല്ലാവരോടും പറയണം. ഈ എന്താണ് നമ്മ ഈ 2002 2003 ആ ടൈമിൽ ജനിച്ചവർക്ക് എല്ലാവർക്കും അൻസ്. ഞാൻ പഠിച്ച സ്കൂളിലുണ്ടാവും ഒരു 10-15 അൻസ്. ഇനിയിപ്പോൾ ജാമ്യ മില്ലയിലായാലും അവിടെ ഉണ്ടാവും കുറേ അൻസെന്ന് വിളിക്കുമോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കും. അപ്പം ഉണ്ടാവും ആനയെന്നറിയും. അങ്ങനെ ഫുള്ള് ഒരു അനസായി. എല്ലാവരും അൻസ്. എവിടെ പോയാലും ഉണ്ടാവും അവിടെ ഒരു അൻസ്. അപ്പം ഞാൻ എന്ത് ചെയ്ത് കുറച്ചൊന്ന് പേര് ചേഞ്ച് ആക്കുമല്ലോ.
പണ്ടിന്റെ ഇൻസ്റ്റത്തെ പേരെന്തേന് അനസ് ഡിസൈർ ഇപ്പൊ ആലോചിക്കുമ്പോ ഇപ്പൊ എന്നിട്ട് പിന്നെ ഞാൻ ഡിഗ്രിക്ക് പോയപ്പം അവിടെ ഒരു കുട്ടീന്റെ പേരുണ്ടേന് ഓക്കെ വെച്ചിട്ട്. അപ്പം പിന്നെ എന്റെ പേര് ഇങ്ങനെ ഓക്കെ അനാഷ്, അത്രേ ഉള്ളൂ. ഓരോരുത്തർ ഇങ്ങനെയൊക്കെ ആവും ചോദിക്കുക. എന്നാൽ ഇതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ആ പെണ്ണ് ചോദിക്കുന്നുണ്ട് ഫുൾ ടൈം ഓക്കെ ആയോണ്ടാണ് ഓക്കെ അനാഷ് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങനെയും പറയാം. അല്ലല്ലേ, എന്നെ ഞാൻ തന്നെ വിളിക്കുന്ന ഓക്കെ അനാഷ്, അതാണ് കറക്റ്റ് ആൻസർ. എന്താ ഈ അറബി എടുക്കാൻ കാരണം എന്താ വെച്ചാല് എനിക്ക് അറബി ഇഷ്ടമാണ്. ഐ മീൻ അറബി അറിയാം. പിന്നെ ഞാൻ ജാമ്യ മില്ലിലേക്ക് പോയത് എന്തിനാ വെച്ചാല് എനിക്കിങ്ങനെ പ്രൊഫസർ ആകാനൊന്നും പോതില്ല, ബട്ട് എനിക്ക് വ്ളോഗർ ആനേനി പോതി. പക്ഷെ ജാമ്യ മില്ലിയിലെ ആ ഡൽഹി ആ ഭാഗമല്ലേ, അപ്പോൾ അവിടുത്തെ വ്ളോഗൊക്കെ ചെയ്യാലോ. എന്തായാലും ഞാൻ എന്തായാലും ഇനി PG എടുത്തു കഴിഞ്ഞാലും പ്രൊഫസർ ആവുന്നില്ല കേട്ടോ. ഞാൻ ആലോചിക്കാം, ഞാൻ ഇപ്പൊ അങ്ങ് പ്രൊഫസർ ആയിട്ടിരിക്കുക, എന്തൊക്കെ ആരെങ്കിലും വർത്താനം പറഞ്ഞിട്ട് ചൂടാവുക കഴിയൂലേ, അതൊക്കെ വേടല്ലേ. അല്ല അതുകൊണ്ടൊന്നല്ല, എനിക്ക് എന്തായാലും അത് പോതില്ലേനി. ഐ മീൻ എനിക്ക് എന്താണ് ഡൽഹിയിലൊക്കെ പോയിട്ട് അങ്ങനെ ഒരു സാധ്യത ഉണ്ടേനി. ഞാൻ ബാംഗ്ലൂർ ഈ പെരേന്ന് വ്ളോഗ് തുടങ്ങുന്ന ടൈമിൽ ഇമ്മൊക്കെ ഇങ്ങനെ വെറുപ്പിക്കും. ഇമ്മയും ഇപ്പൊക്കെ എന്താടെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കണത്, പോയി നന്നായിക്കൂടെ അങ്ങനെ പറയും. അപ്പോൾ എന്താണ് നമ്മൾ പണിക്ക് പോകുന്ന ടൈമിൽ ഫുഡ് കഴിക്കണം, പണിക്ക് പോകാതെ ഫുഡ് കഴിക്കണം, നല്ല വ്യത്യാസമുണ്ട് ആണുങ്ങൾക്ക്. അപ്പോൾ ആ ടൈമിൽ എന്നൊക്കെ പറഞ്ഞാൽ പെരേന്ന് അങ്ങനെ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. കാരണം ഓരോ വിചാരം ഇതിനൊന്നും അമ്മ ഒന്നും വേറെ കാര്യമൊന്നുമില്ല, അങ്ങനെയാണ്. അങ്ങനെ ഞാൻ കഷ്ടപ്പാടുകൊണ്ട് എൻ്റെ പേഷ്യൻ പ്ലസ് ആയിട്ട് ബാംഗ്ലൂർക്ക് പോയി. പേഷ്യൻ പ്ലസ് ആയിട്ട് അതൊരു സീൻ തന്നെയാണ്. അമ്മ ഈ പേഷ്യൻ പ്ലസ് മേലൊന്നോ ബാംഗ്ലൂർക്ക് 360 കിലോമീറ്റർ ഇല്ലേ, അത് പേഷ്യൻ പ്ലസ് മേല് ആ പഴയ വണ്ടിയല്ലേ. എന്നിട്ട് ഇവിടെ വേദന ആയിട്ട് ഒരു എന്താണ് ബെഡിന്റെ ഷോപ്പിൽ നിന്ന് സ്പോഞ്ചൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വെച്ചിട്ട് അത് അന്ന് ബാംഗ്ലൂർക്ക് പോയി. എന്നിട്ട് ബാംഗ്ലൂർ ഞാനൊരു 3 മാസം ഒറ്റ നിന്നിനി, 3-4 മാസം അവിടെ റാപ്പിഡോ ഓടുക. ഒരാഴ്ച റാപ്പിഡോ സാധനമില്ലേ, ബൈക്ക് റാപ്പിഡോ, അത് ഓടുക. ഒരാഴ്ച ഒരു 6000 ഒക്കെ കിട്ടും, ഒരു ദിവസം 1000 ഒക്കെ കിട്ടും. അപ്പോൾ ആ കിട്ടും. എന്നിട്ട് വണ്ടിയുടെ വെക്കുന്നു, ട്രിപ്പ് പോകുന്നു. അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുന്നു. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പിലാണ് മൊത്തത്തിലൊന്ന് അജ്മീറൊക്കെ പോയി. ഇനി ഒരു ദിവസം അജ്മീർ പോയി ഒരു 4-5 ദിവസം അവിടെ നിന്ന്. അതിൻ്റെ ശേഷമാണ് ഞാൻ ഈ ടൈപ്പ് വ്ളോഗ് തുടങ്ങുന്നത്. ഐ മീൻ അജ്മീറിന് എന്തോ പ്രത്യേകതയുള്ള മാതിരി തോന്നുക ആ ടൈമിൽ. കാരണം അവിടെയൊക്കെ പോയിട്ട് ഒന്ന് സെറ്റായി, അപ്പോഴാണ് ഈ ടൈപ്പ് വ്ളോഗ് വന്നത്. പിന്നെ നമുക്കൊരു സാധനം കത്തിയാൽ അതേമാതിരില്ല നമ്മളിടുക. പിന്നെ അങ്ങനെ ഇട്ട് വന്നത്. ഇനി അപ്പൊ തൊട്ടിൽ കെട്ടി മുന്നോട്ട് പോകാൻ തന്നെയാണോ? കാരണം രസമാണല്ലോ, ഓരോരുത്തരും ഓരോന്ന് കമന്റ് ഇടുക, അവിടെ കെട്ടുക. അപ്പൊ എനിക്കും ഇങ്ങനെ തോന്നുന്നു ഫ്ലൈറ്റിലൊന്ന് കെട്ടിയാലാ. അന്നൊക്കെ 30,000 റുപ്യ ഫൈൻ കിട്ടണ്ട, ഞാൻ ഫ്ലൈറ്റ് കെട്ടാൻ പോയത്. എന്നിട്ട് ഈ ചെങ്ങായിന്റെ വീഡിയോ കാണുന്നോണ്ട് കഴിച്ചിലായതാ. നമ്മൾ ലക്ഷദ്വീപ് പോയി. ലക്ഷദ്വീപ് പോയപ്പോൾ ഞാൻ എന്താണ് ഫ്ലൈറ്റിൽ തൊട്ടിലിടുന്ന ഒരു ചാലഞ്ച് ഏറ്റെടുത്തണല്ലോ. ഇപ്പൊ ഏതൊരു പെണ്ണ് ദുബായിൽ പോയിട്ട് ഏതൊരു സ്ഥലത്ത് കെട്ടാൻ പറഞ്ഞാണ്. ഞാനും പോണം ദുബായി പോയിട്ട്, അതിന്റെ മനസ്സിലുണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഓരോരുത്തർ ഇങ്ങനെ കമന്റ് അതൊക്കെ ഞാൻ വായിക്കൂട്ടാ. കമന്റ് ഇങ്ങനെ ഇടും, എന്താണ് അവിടെ പോയി കെട്ടുവോ, ഷിപ്പിൽ കെട്ടുക. അപ്പൊ ഷിപ്പിൽ കെട്ടി അങ്ങനെ രസമാണ്. പണ്ട് ഞാൻ സർവൈവ് ചെയ്യാൻ ഉപയോഗിച്ച തൊട്ടിലേനി. ഇപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി കെട്ടാൻ പറയുമ്പോ പിന്നെ നമുക്ക് പൂതിയാവില്ല, അവിടെ പോയി കെട്ടി വയ്ക്കാലോ. ഫ്ലൈറ്റിൽ കെട്ടിയൊക്കെ ഭയങ്കര സീനാ. ഒന്ന് ഞാനും കട്ട് ചെയ്തിട്ടാ വീഡിയോ കാണുന്ന നല്ല ഫൈൻ കൊടുങ്ങും. പിന്നെ അറിയണോണ്ട് കഴിച്ചിലായതാ ചെങ്ങായി. ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് കുറെ പേര് ഇതേപോലെ ചെയ്ത് എന്ത് ചെയ്യും, ചെയ്യുന്നെന്ന് പറയും. ഞാൻ ഇപ്പളേ പറയണ്ടേ, ആരും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, ഫ്ലൈറ്റിലൊന്നും പോയി കെട്ടാൻ നിൽക്കണ്ട, ഫൈന് കൊടുങ്ങും, പൈസ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, ട്രെയിനിൽ കെട്ടാൻ കുഴപ്പമുണ്ടോ? ട്രെയിനിൽ കെട്ടണതിന് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ വെച്ചാല് എന്താണ് ജനറലാണ്. ജനറൽ എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യന് ഏറ്റവും അവസാനം വരെ എങ്ങനെ ജീവിക്കുക അത് വരെ ഉണ്ടാവും. അതിൽ ബാത്റൂമിൽ തലയിട്ടാണ് ഇങ്ങനെ കിടക്കണമല്ലുണ്ടാവും, അങ്ങനെ കിടക്കണമല്ലുണ്ടാവും. പിന്നെ അതേമാതിരി പുറത്തേക്ക് തലയിട്ടാണ് ഇങ്ങനെ കിടക്കണമല്ലുണ്ടാവും. മേ ബി മരിക്കാതില്ല. അപ്പോൾ ഒരു മനുഷ്യന്റെ അവസാന ശ്വാസം വരെ പോകാനുള്ളത് അതിലുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ കിടക്കാം ജനറലില്. പിന്നെ ഞാൻ നല്ല നല്ല പുണ്യകർമ്മങ്ങളും ചെയ്യലുണ്ട് കേട്ടോ. ബംഗാളികളൊക്കെ അടുത്ത് അതിൽ കെടുത്തൊക്കെ ചെയ്യും. പിന്നെ കുട്ടികൾ നിലവിളിക്കുന്നുണ്ടെങ്കിൽ അതിലിട്ട് ഇങ്ങനെ ഇതാക്കുക. അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ടാവും പഠിച്ചത് എനിക്ക് ആയുസൊക്കെ തരണെന്നാ തോന്നുന്നത്. അതെ. ഇനിയില്ലേ കല്യാണം കഴിഞ്ഞിട്ട് പാർട്ട്ണറിനെ ഇട്ടും ഇങ്ങനെ തൊട്ടിൽ കെട്ടിയിട്ടാണോ? പാർട്ട്ണറിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യാനില്ല. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കെട്ടണേ ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വഞ്ചർ ട്രിപ്പാണ് വേണ്ടി, ഓക്ക് റിച്ച് ലൈഫ് അതൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ പോവും. മാറാൻ തയ്യാറാണ്. അത് അത്രേ ഉള്ളൂ, അങ്ങനെ ഉള്ളു. ഈ ഫോളോവേഴ്സിന്റെ ചാലഞ്ചിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഏതാ ചാലഞ്ചാ? ഇവിടെ കെട്ട് അവിടെ കെട്ട് എന്നൊക്കെ പറയുമായിരുന്നില്ലേ, അങ്ങനെ അത് തന്നെ ഫ്ലൈറ്റില് അത് സീനാവേണ്ടത് ഏനി. കാരണം എന്താ വെച്ചാൽ ഈ ഫ്ലൈറ്റ് ചില്ലറ സാധനമല്ലല്ലോ. ഇങ്ങനെ പറക്കുമ്പോൾ അമ്മ ഇറങ്ങി നടക്കാൻ പോലും പറ്റൂല. ഞാൻ അപ്പോഴൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് സാധനം കെട്ടിയാലോ. അപ്പം ഉണ്ട് അവിടെ ഇങ്ങനെ ഒരു ചെങ്ങായി ഇങ്ങനെ ഇരിക്കണേ. അപ്പം ഞാൻ കെട്ടാം, എന്നിട്ട് കുറേയൊക്കെ ഇങ്ങനെ കെട്ടാ. പക്ഷെ പേടിയാവുക, ആൾക്കാർ ചിരിക്കോ ഇവന് പ്രാന്താണ് വിചാരിക്കുക. അപ്പം ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്തത് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് കെട്ടാണ്.
അങ്ങനെ ഇറങ്ങിയിട്ട് കെട്ടിയപ്പോഴാണ് ഒരു ചെങ്ങായി വന്നാണ് ചൂടായത്. അന്നെനിക്കറിയാം എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ തന്നെ അറിയല്ലേ, സോറി. നീ വെടിയും കെട്ടാൻ വന്നോടാ ആ ടോണായിരുന്ന. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതൊക്കെ ഭയങ്കര സീനാണ് അനുസരിച്ച്. കാരണം എന്താ വെച്ചാൽ ഇതും കണ്ടാണ്ട് ഓരോരുത്തർ ഇതേമാതിരി ഫ്ലൈറ്റ് പോയിട്ട് മറ്റേ കുട്ടികളെ കളിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഓരോരുത്തർ ഇപ്പോൾ ചാലഞ്ച് കൊടുക്കുക, ഫ്ലൈറ്റ് പോയിട്ട് ഡാൻസ് കളിക്കുന്നു. അപ്പോൾ ഒരുത്തൻ ഇതേമാതിരി ഇങ്ങനെ കളിച്ചാലാ ഭയങ്കര സീനാണ്. അപ്പൊ ആരും ശരിയല്ല, പിന്നെ എന്ത് ധൈര്യത്തില് കെട്ടാൻ അല്ല, ഞമ്മ അറിയില്ലല്ലോ, ഓരോ സംഭവങ്ങൾ ഓരോ സ്ഥലത്ത് കൂടെ അല്ലേ പഠിക്കുക. നല്ല ഫൈൻ കിട്ടുമ്പോ നന്നായിട്ട് പഠിക്കും.